ആ വാക്ക് പലപ്പോഴും ഒരു ഒഴിഞ്ഞുമാറലാണ്. ദേവിയുടെ ശക്തി അങ്ങ് തീരുമാനിക്കണ്ട. എങ്കിൽ ദേവി അയാൾക്ക് കാഴ്ച ശക്തി കൊടുക്കട്ടെ. മതി, തർക്കം നിർത്തൂ. ഇവരുടെ കാര്യങ്ങൾ എന്തായാലും നാം പരിഹരിച്ചോളാം. ആയിക്കോളൂ. അപ്പൊ പിന്നെ നമ്മുടെ കൂട്ടം ആവശ്യമില്ലല്ലോ, നാം നടക്കാം. അയ്യോ, അദ്ദേഹം നടന്നു പോകുന്നു. ഞങ്ങളുടെ കാര്യത്തിന് എന്തിനാണ് നിങ്ങൾ വഴക്കിടുന്നത്? തർക്കങ്ങളെല്ലാം വഴക്കല്ല, ചിലത് വെളിപാടുകളാണ്. ആട്ടെ, നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തുപറ്റി? രണ്ടുപേരും കാര്യമായ ദുഃഖത്തിലാണല്ലോ. എന്റെ ദുഃഖത്തിന്റെ കാരണമാണ് ദാ ആ ഇരിക്കുന്നത്. ഈ പറഞ്ഞ ആളല്ലാതെ എന്റെ ദുഃഖത്തിന് വേറെ കാരണമൊന്നുമില്ല. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? നമ്മോട് പറയൂ. എന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാത്ത ഒരാളെ ഞാൻ എങ്ങനെയാണ് ഭാര്യ എന്നും പറഞ്ഞ് കൂടെ കൊണ്ടു കിടക്കുന്നത്? നിങ്ങളെ ബഹുമാനിക്കണം, ആദരിക്കണം. ഞാനൊരു മനുഷ്യജീവിയല്ലേ. എനിക്കും എന്റേതായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഇല്ലേ? അതെന്താണെന്ന് ചോദിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്തിനു ചോദിക്കണം? സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ. അതിനേക്കാൾ കൂടുതൽ നിനക്ക് എന്തിനാണ് യോഗ്യതയുള്ളത്? വിവാഹം കഴിഞ്ഞിട്ട് 9 സംവത്സരങ്ങൾ കഴിഞ്ഞു. അങ്ങയുടെ 3 കുഞ്ഞുങ്ങൾക്ക് അമ്മയായി. എന്നിട്ടും എന്റെ യോഗ്യതയെക്കുറിച്ചാ ചോദിക്കുന്നത്. ഇതൊക്കെ ഇവിടെ ആർക്കാണ് സാധിക്കാത്തത്? ഇവിടെ മറ്റുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നുണ്ടല്ലോ, പോറ്റുന്നുണ്ടല്ലോ. അതൊന്നും അത്ര വലിയ മഹത്തായ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നിങ്ങൾ ചെയ്യുന്നതാണോ മഹത്തരം? എനിക്ക് നിന്റെ സംസാരം കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ ഇദ്ദേഹം ചോദിച്ചതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. ഞാനും ഇദ്ദേഹത്തിന് അറിയാൻ വേണ്ടി തന്നെയാ പറഞ്ഞത്. അല്ലാതെ നിങ്ങളോട് ഇനി മേലിൽ സംസാരിക്കാൻ ഞാനില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. നോക്കൂ, സത്യത്തിൽ നിങ്ങൾ തമ്മിലൊരു കാതലായ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു തർക്കം വരുമ്പോൾ ഒരാൾ നിശബ്ദമാവുകയോ താഴ്ന്നു കൊടുക്കുകയോ ചെയ്യുന്നത് ആ തർക്കം തീരാൻ ഉപകരിക്കും. കേവലം ഒരു പെണ്ണിന്റെ മുന്നിൽ താന്നു കൊടുക്കണമെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? അതിനേക്കാൾ നല്ലത് ഞാൻ ജീവൻ വെടിയുന്നത്. താഴ്ന്നു കൊടുക്കാം. 1 തവണയോ 2 തവണയോ, വേണമെങ്കിൽ 4 തവണയോ. അതിനിടയിൽ എപ്പോഴെങ്കിലും നിശബ്ദനായിരിക്കാൻ അദ്ദേഹത്തോടൊന്ന് പറയാത്തതെന്താ? നോക്കൂ, ഭാര്യ ഭർത്തൃ ബന്ധമെന്ന് പറയുന്നത് വെറും സമാധാന വാക്കുകൾ മാത്രം പറയാനുള്ള ഒന്നല്ല. അവിടെ തർക്കങ്ങളുണ്ടാവണം, സങ്കടങ്ങളുണ്ടാവണം, അതിലുപരി സ്നേഹവും ക്ഷമയും ഉണ്ടാവണം. നമുക്ക് നമ്മുടെ നിഴലിനെ വേർപെടുത്താൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് ഭാര്യ ഭർത്താവിൽ നിന്നും അകലാൻ ശ്രമിക്കുന്നത്. അങ്ങ് വിവാഹം കഴിച്ചിട്ടില്ലായിരിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ വിളമ്പണം. അങ്ങ് അങ്ങയുടെ വഴിക്ക് പോകുന്നതാവും നല്ലത്. കാര്യങ്ങൾ ഞാൻ ഇടപെട്ട് സംസാരിച്ച് വഷളാക്കിയോ? ഈ ജന്മ ഈ പ്രശ്നം തീരില്ല. അങ്ങേ കൊണ്ടെന്നല്ല, സാക്ഷാൽ ഈശ്വരനെ കൊണ്ടുപോലും ഈ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കില്ല. എനിക്കിനി നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്കുമില്ല. ഈ തർക്കം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്കിടയിലെ ഈ വിഷയം അവസാനിപ്പിക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ കടമയാണ്. വഴിയുണ്ടാക്കാം. അതിരിക്കട്ടെ, ഈ ഗായകൻ തിരിച്ചു പോകുന്നത് കൊണ്ട് പഞ്ചമിക്ക് എന്താ ഇത്ര വിഷമം? അറിയില്ല. അദ്ദേഹം ദേശാടനം നടത്തുന്ന ഒരാളല്ലേ. കുറച്ചുനാൾ ദേശമംഗലത്ത് തങ്ങി പിന്നെ എങ്ങോട്ടോ തിരിച്ചു പോകുന്നു. അങ്ങനെ കരുതിക്കൂടെ? അങ്ങനെ പറ്റുന്നില്ലല്ലോ. എന്തുകൊണ്ട്? ഒരാളുടെ സഞ്ചാരം തടയണമെങ്കിൽ ഒരു ബന്ധം വേണമല്ലോ. അച്ഛൻ പുറപ്പെട്ടു പോകുമ്പോൾ മകൻ തടസ്സം നിൽക്കുന്നു. അമ്മ പുറപ്പെടാൻ തീരുമാനിച്ചാൽ മകൾ തടയുന്നു. അങ്ങനെയല്ലേ? അവിടെ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? അന്ധനായ ആ ഗായകനോട് പ്രണയമാണോ പഞ്ചമിക്ക്? ആര് പറഞ്ഞു? ഈ കണ്ണുകളിൽ എനിക്കത് കാണാം. സത്യം പറയൂ. സത്യം പറഞ്ഞാൽ എല്ലാം പരിഹരിക്കാമെന്ന് ഞാൻ വാക്ക് തരാം. എന്താണെന്ന് നിശ്ചയമില്ല. അദ്ദേഹത്തെ കാണാതായ നിമിഷം മുതൽ മനസ്സിലൊരു വല്ലാത്ത നീറ്റലായിരുന്നു. അദ്ദേഹം തെറ്റുകാരനാണെന്ന് മറ്റുള്ളവർ വാദിച്ചപ്പോൾ അല്ല എന്ന് ഒരു തർക്കം ഉള്ളിൽ കിടന്നു.
പിന്നീട് തിരിച്ചെത്തിയപ്പോൾ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം. അറിയില്ല അതെന്താണെന്ന്. സംശയിക്കണ്ട, ദിവ്യമായ പ്രണയം തന്നെയാണ്. ജീവിതത്തിന്റെ ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ ഒരു സ്ത്രീക്ക് അവളുടെ പുരുഷനാകാൻ പോകുന്ന ആളോടുള്ള പ്രണയം. എന്റെ മനസ്സറിയുന്നത് നിർത്തി അദ്ദേഹത്തിന്റെ അന്ധതയ്ക്ക് എന്താണ് പരിഹാരമെന്ന് പറയൂ. ശരി, ഇവിടുത്തെ ഉൾക്കാടുകളിൽ ഒന്നിൽ 6 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന ഒരു പുഷ്പമുണ്ട്. വീരശൈവ പുഷ്പം. അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് അതാണ് വേണ്ടത്. ഇപ്പോൾ വീരശൈവ പുഷ്പം പുഷ്പിക്കുന്ന കാലമാണ്. ഇക്കാര്യം ഏട്ടൻ തമ്പുരാനോട് പറഞ്ഞ് ഇപ്പോൾ തന്നെ സൈന്യത്തെ അയക്കാൻ പറയാം. സാധിക്കില്ല. സൈന്യത്തിന്റെ തിരച്ചിലിൽ ആ പുഷ്പം കണ്ടുപിടിക്കാനാവില്ല. പുഷ്പം തിരഞ്ഞു പോകേണ്ടത് കന്യകയായ ഒരു പെൺകിടാവാണ്. കൊടുങ്കാട്ടിലെത്തി അവിടെ ഒരു ദിവസം ധ്യാനത്തിലിരുന്ന് ഉണർന്നു കഴിയുമ്പോൾ അതിശക്തമായ ഒരു സുഗന്ധം ആ പെൺകിടാവിനെ തേടി വരും. അപ്പോൾ ചെന്ന് ആ പൂവ് ഇറുത്തുകൊണ്ടുവന്ന് അത് പിഴിഞ്ഞ് അതിന്റെ നീരെടുത്ത് ആദിത്യന്റെ കണ്ണിലൊഴിക്കണം. അതിനുശേഷം കണ്ണുകൾ മൂടിക്കെട്ടി ഒരു രാവും പകലും ജലപാനം പോലും ഇല്ലാതെ പ്രാർത്ഥനയോടെ ഇരിക്കണം. എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുകയില്ലെങ്കിൽ അടുത്ത ദിവസം പ്രഭാതത്തിൽ ആദിത്യൻ പഴയതുപോലെ ഈ ലോകം കാണാൻ തുടങ്ങും. പോകേണ്ടത് കൊടുങ്കാട്ടിലേക്കാ. ക്രൂരമൃഗങ്ങൾ വിഹരിക്കുന്ന സ്ഥലം. സ്വന്തം ജീവനെക്കുറിച്ച് പോലും ചിന്തിക്കാതെ കർമ്മത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു പെൺകിടാവ്. അങ്ങനെ ആരുണ്ട് നിങ്ങളുടെ ദേശമംഗലത്ത്? ഞാൻ പോകാം. അദ്ദേഹത്തിന് വേണ്ടി എന്റെ പ്രാണൻ കൊടുക്കാനും ഞാൻ തയ്യാറാണ്. ശരി, എങ്കിൽ വരൂ, നമുക്ക് ആദിത്യന്റെ അടുത്തേക്ക് പോകാം. ആദിത്യൻ, ഈ യോഗിനി അമ്മ അങ്ങയുടെ അന്ധത മാറ്റാൻ ഒരു മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ആ മരുന്ന് സംഘടിപ്പിക്കാൻ പറ്റും. അതുവരെയെങ്കിലും അങ്ങയ്ക്ക് ദേശമംഗലത്തമ്മയുടെ നടയിൽ തുടരാൻ പറ്റില്ലേ? അങ്ങ് എന്നെ വിശ്വസിക്കൂ. ദേശമംഗലത്തമ്മയെ വിശ്വസിക്കൂ. ഈ യോഗിനി മാതാവിനെ വിശ്വസിക്കൂ. ആദിത്യൻ, പഞ്ചമിയോടൊപ്പം തിരിച്ചു ക്ഷേത്രത്തിലേക്ക് പോകാനാണ് അങ്ങും ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം. അങ്ങ് തിരിച്ചു ചെന്നതുകൊണ്ട് ദേശമംഗലത്ത് അമ്മയുടെ കീർത്തി വർദ്ധിക്കുകയുള്ളൂ. പഞ്ചമിയുടെ അപേക്ഷ ഞാൻ തള്ളിക്കളയുന്നില്ല. എങ്കിൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ. എല്ലാം നന്നായി വരട്ടെ. നാം പറഞ്ഞ കർമ്മങ്ങളൊന്നും മറക്കരുത്. മറക്കില്ല. കല്ലിൽ കൊത്തിവെച്ചതുപോലെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. വരൂ. ദേശമംഗലത്തമ്മ കഴിവ് തെളിയിച്ചോ? അങ്ങ് വെല്ലുവിളിച്ചതല്ലേ, നടത്താതെ പറ്റില്ലല്ലോ. സത്യത്തിൽ അവരുടെ പിണക്കം മാറിയോ? മാറും. ചെറിയ വാക്കുകളിൽ അങ്ങെന്നോട് വഴക്കിടാറില്ലേ? പക്ഷെ നമുക്കിടയിൽ ശാശ്വതമായത് എന്താണ്? പ്രണയം, ഉദാത്തമായ പ്രണയം. അത് തന്നെയാണ് അവർക്കിടയിലും പരിശുദ്ധമായ പ്രണയം. അതിന്റെ ആദ്യ നാമ്പുകളും കൊണ്ടാണ് അവരെപ്പോൾ തിരിച്ചു പോകുന്നത്. പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരു തർക്കം. നാം പരാജയപ്പെട്ടെന്ന് കൂടിക്കോളും. ഇനി ദേവിയുടെ ഊഴം. നോക്കൂ, ഒന്ന് എഴുന്നേൽക്കുന്നതിൽ വിരോധമുണ്ടോ? നിങ്ങളുടെ തർക്കങ്ങൾ പരിഹരിക്കാൻ ഞാൻ ഒരാളെ കൊണ്ടുവന്നിരിക്കുന്നു.
രണ്ടുപേർക്കും ഇടയിലുള്ള തർക്കം ഭാര്യയാണോ ഭർത്താവാണോ വലുത് എന്നാണല്ലേ? ആ എന്താ സംശയം? ഭർത്താവ് തന്നെയല്ലേ വലുത്? അതെ. ആ, കുടുംബത്തിന് വേണ്ടി അധ്വാനം ചെയ്യുന്നത് ഭർത്താവാണ്. ബാക്കിയുള്ളവർക്കെല്ലാം ജീവിക്കാൻ വേണ്ടി വഴി കണ്ടെത്തുന്ന ആൾ വലിയ ആൾ തന്നെ. ആ കേട്ടോ? കേട്ടല്ലോ? കേട്ടില്ലെങ്കിൽ ചെവി തുറന്നു കേട്ടു. പക്ഷേ വീട്ടുജോലി നിസ്സാര കാര്യമാണോ? രാവിലെ നിങ്ങൾക്ക് മുന്നേ എഴുന്നേൽക്കുന്നവൾ, രാത്രി നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടും ജോലി ചെയ്യുന്നവൾ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭാര്യയും വലിയവളല്ലേ? കേൾക്ക്, കാത് തുറന്ന് കേൾക്ക്. സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത് ഭർത്താവാണ്. അദ്ദേഹം സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നതിന്റെ അംഗീകാരമാണ് കുടുംബത്തിന്റെ അന്തസ്സ്. അങ്ങനെ നോക്കുമ്പോൾ ഭർത്താവ് വീണ്ടും വലിയവനാവും. പക്ഷേ അങ്ങനെ നടക്കുന്ന ഒരാളുടെ ഭാര്യ കുലീനയായ സ്ത്രീ അല്ലെങ്കിലും വഴിതെറ്റി നടക്കുന്ന ഒരു പെണ്ണാണ് അവളെങ്കിൽ സമൂഹത്തിൽ പുരുഷന് എന്തായിരിക്കും സ്ഥാനം? അപ്പോൾ ഭർത്താവിന്റെ അന്തസ്സ് നിശ്ചയിക്കുന്നത് ഭാര്യ കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഭാര്യയ്ക്ക് വീണ്ടും വലുപ്പം കൂടും. നിങ്ങൾ ആരുടെയെങ്കിലും ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കും. ഞാൻ ശരിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കാം. ഈ നിൽക്കുന്ന സ്ത്രീ അങ്ങയുടെ 3 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അമ്മയാകുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമാണോ? നിങ്ങൾ കൊടുത്തൊരു ജീവനെ സ്വന്തം ഉദരത്തിൽ പേറി സ്വന്തം ശരീരത്തിൽ നിന്ന് ആഹാരം കൊടുത്ത് പരിപാലിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നവൾ എങ്ങനെ നിങ്ങൾക്ക് താഴെയാകും? പറയൂ. അതിപ്പോ എല്ലാ സ്ത്രീകളും ചെയ്യുന്ന കാര്യമല്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം താങ്കൾ ഒരു സ്ത്രീകളെയും മാനിക്കാൻ തയ്യാറല്ല എന്നല്ലേ? ഒരു കാര്യം ചെയ്യും. താങ്കൾക്ക് 2 കണ്ണുകളുണ്ടല്ലോ. അതിലേതാണ് താങ്കൾക്ക് പ്രിയപ്പെട്ടത്? എന്റെ 2 കണ്ണും എനിക്ക് പ്രിയപ്പെട്ടതാ. ഭവതിക്ക് 2 കൈകളുണ്ടല്ലോ. അതിലേത് കൈയാണ് പ്രധാനം? രണ്ടും. ശരി. ഒരു വഴക്ക് നടക്കുമ്പോൾ അതിനൊരു ശിക്ഷയും വേണമല്ലോ. എനിക്ക് ചില വിദ്യകളൊക്കെ അറിയാം. ഭാര്യയെ മാനിക്കാത്തവനും ഭാര്യ എന്ന സ്ഥാനത്തിന് ബഹുമാനം കൊടുക്കാത്തവനുമായ നിങ്ങളുടെ ഭർത്താവിനെ ശിക്ഷിക്കാനാണ് എന്റെ തീരുമാനം. അദ്ദേഹത്തിന് കണ്ണുകൾ 2 പ്രിയപ്പെട്ടതാണെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് അതിലൊരു കണ്ണ് ചൂഴ്ന്നെടുക്കാനാണ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അയ്യോ, എന്താ ഈ പറയുന്നത്? അദ്ദേഹം എന്റെ പുരുഷനാണ്, എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാണ്. അദ്ദേഹത്തിന്റെ ഒരു നഖത്തിന് പോലും പോറലേൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. അദ്ദേഹം ചെയ്ത തെറ്റ് കടുത്തതാണെങ്കിൽ എന്നെ ശിക്ഷിച്ചോളൂ. എന്റെ കണ്ണ് ചൂഴ്ന്നെടുത്തോളൂ. എന്റെ ഭർത്താവ് ആരോഗ്യവാനും സുന്ദരനും ആയുസുള്ളവനും ആയിരിക്കണം. അതാണ് എന്റെ എന്നുള്ള പ്രാർത്ഥന. ശരി, എങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കാം. നിങ്ങൾക്ക് 2 കൈകളും പ്രിയപ്പെട്ടതാണെന്നല്ലേ പറഞ്ഞത്? അതിലൊന്ന് വിച്ഛേദിക്കാം. വേണ്ട വേണ്ട. ജോലിയെടുത്ത് ക്ഷീണിച്ച് വരുമ്പോ എന്നെ തലോടി തടവി ആശ്വസിപ്പിക്കുന്ന കൈകളാണത്. എന്റെ കുഞ്ഞുങ്ങളെ താലോലിക്കുന്ന കൈകളാണ് അവളുടേത്. അവളുടെ സൗന്ദര്യത്തിൽ ഒരു പോറല് വീണ അതെന്നെ കൊണ്ട് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അവൾക്കുള്ള ശിക്ഷ എന്താണെന്ന് വെച്ചാ അതെനിക്ക് തന്നോളൂ. കണ്ടു, പരസ്പരം മിണ്ടാതെ പിണങ്ങിയിരിക്കുന്ന നിങ്ങൾ എത്രയോ നന്നായി പരസ്പരം സ്നേഹിക്കുന്നു. അപ്പോൾ ഇനി 2 പേരും തമ്മിൽ തർക്കം വല്ലതും അവശേഷിക്കുന്നുണ്ടോ? ആട്ടെ, ഭാര്യയാണോ ഭർത്താവാണോ വലുത്? 2 പേരും തുല്യമാണ്. 2 പേരും തുല്യരാണ്. ഈ മനസ്സിലാക്കലേ ആവശ്യമുള്ളൂ. ഒരിക്കൽ അത് തിരിച്ചറിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് തെറ്റിക്കാനും നിങ്ങൾക്ക് പറ്റില്ല. സമാധാനപരമായി തിരിച്ചു പോകും. വരൂ. എത്ര ഭംഗിയായിട്ടാണ് ദേവി ആ വിഷയം പരിഹരിച്ചത്. ഒരുപക്ഷെ നാമായിരുന്നെങ്കിൽ കോപം കൊണ്ട് ജ്വലിച്ച് എന്തെങ്കിലും ശാപം പുറപ്പെടുവിച്ചേനെ. അർദ്ധനാരീശ്വരന്മാരായി നമ്മൾ തുടരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങയുടെ ഒടുങ്ങാത്ത കോപത്തിന്റെ ചൂട് നമ്മുടെ ഉള്ളിലെ തണുപ്പ് കൊണ്ട് ശാന്തമാക്കാനല്ലേ? ഉടലും ഉയരും ഒന്നാണെന്നുള്ള തിരിച്ചറിവ് അവർക്കിടയിൽ വന്നു കഴിഞ്ഞു. ഇനിയെല്ലാം ശാന്തം. വരൂ, ഇനി നമുക്ക് യാത്ര തുടരാം. ഇതുപോലെ ഇനിയും പരിഹരിക്കാൻ ധാരാളം പ്രശ്നങ്ങൾ ഈ ഭൂലോകത്തുണ്ട്. വരൂ.
ഗായകന്റെ അന്ധതയ്ക്ക് അങ്ങനൊരു പരിഹാരം ഉണ്ടെങ്കിൽ അത് നല്ലത് തന്നെ. പക്ഷേ അതിന്റെ പേരിൽ ഒരു കൊടുങ്കാട്ടിലേക്ക് പഞ്ചമയെ പറഞ്ഞയക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ വഴിയിൽ എവിടെയോ കണ്ട ഒരു യോഗിനി പറഞ്ഞത് സത്യമായി കരുതേണ്ട കാര്യമുണ്ടോ? സന്യാസിമാർക്ക് അബദ്ധങ്ങൾ പറ്റിക്കൂടായികയില്ലല്ലോ. കാട്ടിൽ അകപ്പെട്ടു പോയ കുട്ടികളെ യോഗിനി മാതാവ് രക്ഷിച്ചുവെന്ന് പറയുന്നത് അബദ്ധമാണോ? പാമ്പുകടിയേറ്റ കുട്ടിയെ ലാടവൈദ്യ വേഷത്തിൽ വന്ന് ചികിത്സിച്ച് ഭേദമാക്കിയെന്ന് പറയുന്നത് വെറുതെയാണോ? പിന്നെ വിശ്വസിക്കാൻ എന്താണ് തടസ്സം? ശരി, കന്യകയെ ഒരു പെണ്ണ് വീരശൈവ പുഷ്പം തേടി കാട്ടിലേക്ക് പോകണമെന്നാണല്ലോ കൽപ്പന. കന്യകമാർ നമ്മുടെ നാട്ടിൽ വേണ്ടുവോളം ഉണ്ടല്ലോ. തമ്പുരാന്റെ കൽപ്പനയുണ്ടെങ്കിൽ അവരെ ആരെയെങ്കിലും അയക്കാനുള്ള ഏർപ്പാടുകൾ നാം ചെയ്യാം. വേണ്ട, ഈ ഉദ്യമം ഞാൻ തന്നെ ഏറ്റെടുത്തോളാം. പഞ്ചമി ഈ കൊട്ടാരത്തിലെ തമ്പുരാട്ടിക്കുട്ടിയാണ്. പഞ്ചമിയുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് ഇവിടെയുള്ളവരുടെ ബാധ്യതയാണ്. ഇതൊരിക്കലും അനുവദിക്കാൻ പറ്റില്ല തമ്പുരാൻ. ഒരു ഘോര വനത്തിലേക്ക് സ്വന്തം അനുജത്തിയെ വിട്ടുകൊടുക്കാൻ അങ്ങ് തയ്യാറാവുമോ? ഇനി അഥവാ അങ്ങ് തയ്യാറായാൽ തന്നെ ഞങ്ങളതിന് സമ്മതിക്കില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. ദേശമംഗലത്തമ്മയിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ടാണ് ഞാൻ ഈ കർത്തവ്യത്തിന് തയ്യാറാകുന്നത്. പരാജയപ്പെടില്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. തമ്പുരാൻ, അങ്ങയുടെ തീരുമാനമാണ് ഇവിടെ പ്രധാനം. എവിടുന്നോ വന്ന ഒരു ഗായകനു വേണ്ടി സ്വന്തം അനുജത്തിയുടെ ജീവൻ ബലി കൊടുക്കാൻ അങ്ങ് തയ്യാറാണെങ്കിൽ അങ്ങയ്ക്ക് അങ്ങനെ തീരുമാനിക്കാം. ഏട്ടൻ തമ്പുരാൻ, ഞാൻ മനസ്സായി ഏറ്റെടുത്ത കർത്തവ്യമാണ്. അനുഗ്രഹിക്കണം. അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു കിട്ടുക എന്നത് ദേശമംഗലത്തിന്റെ കൂടി ആവശ്യമാണല്ലോ. പഞ്ചമിയെ എല്ലാവരും അതിരറ്റ് സ്നേഹിക്കുന്നു. അക്കാര്യത്തിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇത്രയും ധീരമായൊരു ചുമതല ഏറ്റെടുത്തതിൽ നമ്മുടെ അനുജത്തിയെ അഭിനന്ദിക്കാതിരിക്കാനും കഴിയില്ല. പഞ്ചമി പോയി വരട്ടെ എന്നാണ് നമ്മുടെ തീരുമാനം. ആപത്താണ് തമ്പുരാൻ. അനുജത്തിയെക്കുറിച്ച് അങ്ങ് ദുഃഖിക്കേണ്ടി വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങ് ക്ഷമിക്കണം. പഞ്ചമി, നീ പറഞ്ഞതുപോലെ നിന്റെ അടിയുറച്ച ദേവീ ഭക്തിയിലാണ് നമ്മുടെ വിശ്വാസം. നാം സമ്മതം മൂളിയതും അതുകൊണ്ട് മാത്രമാണ്. പ്രാർത്ഥന മുടക്കില്ല ജ്യേഷ്ഠ. ദൈവനാമം എന്റെ നാവിൽ നിന്നും ഒഴിയുകയുമില്ല. ദേശമംഗലത്തിനും ദേശമംഗലത്തിന്റെ അധികാരിയായ ഏട്ടൻ തമ്പുരാനും കീർത്തി ഉണ്ടാക്കിയിട്ടേ ഈ അനുജത്തി മടങ്ങി വരും. എന്നെ വിശ്വസിക്കാം. എന്ന് തുടങ്ങി പഞ്ചമിയുടെ കാര്യത്തിൽ അങ്ങേക്ക് കരുതൽ? അനുജൻ തമ്പുരാന്റെ മുന്നിൽ അവൾക്ക് വേണ്ടി ഘോരഘോരം വാദിക്കാൻ ലജ്ജ തോന്നിയില്ലേ? എങ്കിൽ പിന്നെ നിത്യേന അതിരാവിലെ എഴുന്നേറ്റ് അവൾക്ക് പാദപൂജ കൂടി ചെയ്യാറുന്നില്ലേ? പുണ്യം കിട്ടും. കൊടുങ്കാട് ക്രൂരമൃഗങ്ങളുടെ ആവാസ കേന്ദ്രം. സേവകരുടെ അകമ്പടി പോലും ഇല്ലാതെ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ച് അവളുടെ ജീവൻ ആപത്തുണ്ടായാൽ? ഉണ്ടാകട്ടെ, ഒടുങ്ങട്ടെ അവള്. ഒടുങ്ങുമല്ലോ. പഞ്ചമി ഒരിക്കലും ആ കൊടുങ്കാട്ടിൽ നിന്ന് തിരിച്ചു വരില്ല. ശിവശങ്കരൻ വെറൊരു വിഡ്ഢിയാണെന്നാണോ ശകുന്തള വിചാരിച്ചിരിക്കുന്നത്? തമ്പുരാന് മുന്നിൽ പഞ്ചമിക്ക് വേണ്ടി വാദിച്ചത് ശിവശങ്കരന്റെ തന്ത്രം. എന്നുവെച്ചാൽ പഞ്ചമിയുടെ തിരിച്ചുവരവോടെ ഒരു സേവകൻ മാത്രമായി ഞാനും, കേവലം ഒരു ദാസിയേക്കാൾ താഴ്ന്ന നിലയിൽ നീയും അധപ്പതിച്ചത് ഞാൻ മറക്കുമോ ശകുന്തള? വീരശൈവ പുഷ്പം തേടിപ്പോകുന്ന പഞ്ചമിയെ കൊടുങ്കാട്ടിൽ കാത്തിരിക്കുന്നത് വീരശൈവ പുഷ്പമല്ല, നാം ഏർപ്പാട് ചെയ്ത ധീരന്മാരായ പോരാളികളാണ്. സത്യം? അതെ, എല്ലാ ഏർപ്പാടുകളും നാം ചെയ്തു കഴിഞ്ഞു. കൃത്യസമയത്ത് അനുജത്തി തിരിച്ചെത്താതാവുമ്പോ സർവ്വസന്നാഹങ്ങളെയും കൂട്ടി തമ്പുരാൻ തിരച്ചിലിനിറങ്ങും. ഒന്നുകിൽ മൃഗങ്ങൾ തിന്നു തീർത്തതിന്റെ സമീപത്തു നിന്നും ഒരു ചേലത്തുണ്ട്, അല്ലെങ്കിൽ 4-5 അസ്ഥി കഷ്ണങ്ങൾ. അതായിരിക്കും പഞ്ചമിയിൽ അവശേഷിക്കുന്നത്. എന്നാലും ഇതൊന്നും എന്നോട് പറഞ്ഞതുപോലും ഇല്ലല്ലോ. നിന്നോടത് പറഞ്ഞിരുന്നെങ്കിൽ
നിന്റെ മുഖത്തു നിന്നും തമ്പുരാൻ അത് വായിച്ചെടുക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴോ ആപത്തിനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തവനാണ് ഈ ശിവശങ്കർ. അതുകൊണ്ട് തന്നെ എനിക്കതിൽ യാതൊരു പങ്കുമില്ല. പക്ഷേ അവൾ അത്ര നിസ്സാരയായി കാണണ്ട. രാജ്യത്തു നിന്ന് തന്നെ ആട്ടി ഓടിച്ച് കൊടുങ്കാട്ടിൽ അശരണയായി അലഞ്ഞു തിരിച്ചു വന്നവളവൾ. നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റാറില്ല ശകുന്തള. ഏർപ്പാട് ചെയ്ത പോരാളികൾക്ക് ഉന്നം പിഴക്കില്ല. വീരശൈവ പുഷ്പം തേടിയുള്ള അവളുടെ യാത്ര അന്ത്യയാത്രയായിരിക്കും. എന്നെപ്പോലൊരാൾക്ക് വേണ്ടി കൊടും വനത്തിലേക്കൊരു യാത്ര, അതും തമ്പുരാട്ടിക്കുട്ടി തനിച്ച്, ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നോ? യാത്രയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ പ്രഭാതത്തിൽ ഞാൻ പുറപ്പെടും. യാത്രാമംഗളങ്ങൾ നേരുകയല്ലേ അങ്ങയുടെ കടമ. അതിന് എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. തമ്പുരാട്ടി ഈ യാത്ര വേണ്ടെന്ന് വെക്കണം. തമ്പുരാനോടും മറ്റുള്ളവരോടും ഞാൻ സംസാരിക്കാം. ഒരായുസ് മുഴുവൻ ഇരുട്ടിൽ കഴിഞ്ഞാലും അതെന്റെ മാത്രം സങ്കടമാണ്. പക്ഷേ തമ്പുരാട്ടിക്കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഒരാളല്ല, ഒരു ദേശം മുഴുവനും കരയും. എന്തെങ്കിലും സംഭവിച്ചാലല്ലേ? സംഭവിക്കില്ല എന്ന് ഉറപ്പ് എനിക്കുണ്ട്. അരുത്, കാടിന്റെ വന്യത തമ്പുരാട്ടിക്കുട്ടിക്ക് അറിയില്ല. ആര് പറഞ്ഞു? ഇടക്കാലം അത്രയും ഞാൻ ദേശമംഗലത്തല്ലായിരുന്നു. അലഞ്ഞു നടന്ന നാടുകളിൽ കാടോ നാടോ എനിക്കൊരു വ്യത്യാസമുണ്ടായില്ല. അവിടെയൊക്കെ എന്നെ കാത്തുരക്ഷിച്ച ദേശമംഗലത്തമ്മ പരിപൂർണ ചൈതന്യത്തോടെ ഇപ്പോൾ എന്റെ കൂടെയില്ലേ? ഈ ദൗത്യത്തിലും എന്നെ അമ്മ കാത്തുരക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൈപിടിച്ച് കൊട്ടാരം വരെ എന്നൊന്ന് കൊണ്ടുപോകുമോ? തമ്പുരാനോട് ഞാൻ പറയാം. അന്ധതയും കൊണ്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയിക്കോളാന്ന്. ഒരു ദുരന്തത്തിലേക്ക് തമ്പ്രാട്ടിക്കുട്ടിയെ യാത്രയാക്കാൻ വയ്യ. ശരി, പോകാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം അങ്ങ് എന്നോട് ഈ ക്ഷേത്ര നടയിൽ വെച്ച് പറയണം. എന്താണ്? ദേശമംഗലത്തമ്മയുടെ ശക്തിയിൽ അങ്ങേക്ക് വിശ്വാസമില്ല എന്ന്. ആപത്തിൽ നിന്നും എന്നെ രക്ഷിക്കാൻ അമ്മയ്ക്ക് കഴിയില്ല എന്ന്.